ആഹാ, രണ്ടുപേരെയും കല്യാണം കഴിഞ്ഞ അന്ന് കണ്ടതാ. എന്തായാലും രണ്ടുപേരും നല്ല ചേർച്ചയുണ്ട്. ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട് എന്ന് പറയുന്ന പോലെ. അകത്തേക്ക് കയറി വരുന്ന സന്ദീപിനെയും അച്ചുവിനെയും കണ്ട് കഴിച്ചുകൊണ്ടിരുന്ന അനു ചിരിയോടെ പറഞ്ഞു. അനു! സന്ദീപിൻ്റെയും അച്ചുവിൻ്റെയും മുഖം മാറിയത് കണ്ടതും ജാനകിയമ്മ ഇത്തിരി കടുപ്പത്തിൽ വിളിച്ചു. അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാണാനുള്ള ചേർച്ചയാ, സ്വഭാവമല്ല കേട്ടോ. ചെറിയച്ഛൻ വന്നില്ലേ? ജാനകിയമ്മയുടെ കണ്ണുരുട്ടൽ കണ്ടുകൊണ്ട് അവൾ ഒന്നുകൂടി വിശദമാക്കി കൊടുത്തുകൊണ്ട് ചോദിച്ചു. ഇല്ല, ഇങ്ങോട്ട് ഞങ്ങൾ വരുന്ന കാര്യം പറഞ്ഞില്ല. ഈ വഴി പോയപ്പോൾ ഇങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ. മുന്നിൽ ഗൗരവത്തിൽ തങ്ങളിൽ മാത്രം കണ്ണു പതിപ്പിച്ച് നിൽക്കുന്ന ഭദ്രനെ ഒന്ന് നോക്കിക്കൊണ്ട് താല്പര്യമില്ലാത്തപ്പോൾ സന്ദീപ് മറുപടി കൊടുത്തു. നിങ്ങളിരിക്കെ, ഞാൻ ചായ എടുത്തിട്ട് വരാം. ഭദ്ര, നീ വന്നിരിക്കെ. അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലായെന്നപ്പോൾ ഭദ്രനോട് പറഞ്ഞുകൊണ്ട് ജാനകിയമ്മ അടുക്കളയിലേക്ക് പോയി. വേണിയേച്ചിയെ കണ്ടിട്ട് കുറേ നാളായതുകൊണ്ടാണോ അച്ചു ഇത്ര വിശദമായി ചേച്ചിയെ വീക്ഷിച്ചു നോക്കുന്നത്? അനുവിന് എതിർവശത്ത് വന്നവരെ ആരെയും ശ്രദ്ധിക്കാതെ ചായ കുടിച്ചു കൊണ്ടിരുന്ന വേണിയെ രൂക്ഷമായി നോക്കിയിരിക്കുന്ന അച്ചുവിനോടായി അവൾ ചോദിച്ചു. ഏയ് അല്ല, ഞാൻ വെറുതെ. കുറേ നാളായില്ലേ കണ്ടിട്ട്, അതുകൊണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അനുവിൻ്റെ ചോദ്യം കേൾക്കെ ഞെട്ടി ചുറ്റും നോക്കിക്കൊണ്ട് അച്ചു പതർച്ചയോടെ പറഞ്ഞു. നിന്റെ അമ്മ എന്തി അച്ചു? അവർ ഇറങ്ങിയെന്ന് പറഞ്ഞുകൊണ്ടല്ലേ നമ്മളും ഇറങ്ങിയത്. ഇതിപ്പോൾ നമ്മൾ ഇവരുടെ ഇടയിൽ പെട്ടുപോയ പോലെ ആയല്ലോ. അരവിന്ദൻ്റെയും ഭദ്രൻ്റെയും ഒന്നും മിണ്ടാതെയുള്ള രൂക്ഷമായ നോട്ടം കാണി സന്ദീപ് അച്ചുവിൻ്റെ ചെവിയിലായി പതിയെ പറഞ്ഞു. വരും, നിങ്ങളൊന്ന് സമാധാനമായിരിക്കെ. അവനെ സമാധാനിപ്പിക്കാൻ അങ്ങനെ പറഞ്ഞെങ്കിലും എല്ലാവരുടെയും ഇടയിലായി വന്നിരിക്കുന്ന അമർഷത്തോടെ അവൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തോട്ട് നോക്കിക്കൊണ്ടിരുന്നു. എന്താ അച്ചു, ആരേലും വരാനുണ്ടോ? വരാമെന്ന് പറഞ്ഞ ആൾ താമസിക്കുന്നത് കൊണ്ടാണോ ഇത്ര വെപ്രാളം? ഇല്ല, ഞാൻ കാഴ്ച കാണാൻ. പുറത്തേക്ക് ഇടയ്ക്കിടെ നോക്കി അക്ഷമയോടെ ഇരിക്കുന്നവളെ കാണെ അരവിന്ദൻ പുച്ഛത്തോടെ ചോദിച്ചതും അച്ചു പെട്ടെന്ന് കണ്ണു മാറ്റി ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. ദാ ചായ എടുക്ക്. അകത്തേക്ക് വരാമല്ലോ അല്ലേ? ജാനകിയമ്മ ചായയുമായി വന്നതും വാതിൽക്കൽ വന്ന് നിന്നുകൊണ്ട് ഉഷാമ്മ ഗൗരവത്തോടെ ചോദിച്ചു. ആ, മക്കൾ ഇവിടെ ഉണ്ടായിരുന്നോ? നല്ല സമയം നോക്കിയാണല്ലോ ഞാൻ ഇറങ്ങിയത്. അകത്തേക്ക് കയറിയതും സോഫയിലിരിക്കുന്ന സന്ദീപിനെയും അച്ചുവിനെയും നോക്കി ഉഷാമ്മ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് ചോദിച്ചു. എന്തൊരു മോശം അഭിനയമാ ചേച്ചി. ഇത് കണ്ടിട്ടാണോ ചേച്ചി ഇവരെ ഇത്രനാൾ വിശ്വസിച്ച് കൂടെ താമസിച്ചേ? വേണിക്കടുത്തേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് അനു ചിരിയടക്കിക്കൊണ്ട് ചോദിച്ചു. അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, ബാക്കി കേൾക്കട്ടെ. വേണിയുടെ കൂർപ്പിച്ച നോട്ടം കണ്ടതും മുന്നിലേക്ക് തന്നെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് അനു പറഞ്ഞു. മോൻ എന്നെ തീരെ ഇവിടെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഞാനൊട്ടും പ്രതീക്ഷിക്കാതെ മോൻ കുറച്ച് ദിവസം മുന്നേ വേണിയെയും കൊണ്ട് മുങ്ങിയതല്ലേ? അപ്പോൾ തിരിച്ച് ഞാനും പ്രതീക്ഷിക്കാതെ ഒന്ന് തരണ്ടേ? ചുവരിൽ ചാരി കൈ നെഞ്ചിൽ പിണച്ചു നിൽക്കുന്ന ഭദ്രൻ്റെ അടുത്തേക്ക് പോയി നിന്നുകൊണ്ട് ഉഷാമ്മ പരിഹാസത്തോടെ പറഞ്ഞു. അങ്ങനെ പ്രതീക്ഷിക്കാതിരിക്കാൻ എനിക്ക് ഉഷാമ്മയുടെ ബുദ്ധി അല്ലല്ലോ. കുറച്ച് നേരത്തെ പ്രതീക്ഷിച്ചു. അതായത് ഞങ്ങൾ വന്ന് കയറുന്ന സമയം തന്നെ. എന്തേ താമസിച്ചേ? വണ്ടി കിട്ടാൻ താമസിച്ചതാണോ? ഈ അഹങ്കാരം കുറച്ച് നിമിഷം കൂടി നിനക്ക് കാണൂ ഭദ്ര. ഭദ്രൻ്റെ പുച്ഛത്തിലുള്ള സംസാരം കേൾക്കെ ഉഷാമ്മ ഭീഷണി പോലെ പറഞ്ഞ് അച്ചുവിനടുത്തായി സോഫയിലേക്ക് പോയി ഇരുന്നിരുന്നു. എന്താ ഉഷാമ്മേ പതിവില്ലാതെ? കുറേ നാളായല്ലോ ഈ വഴി കണ്ടിട്ട്. മുഖത്ത് ആവശ്യത്തിലധികം ഗൗരവമിട്ടിരിക്കുന്ന ഉഷാമ്മയെ നോക്കി പത്മനാഭൻ ചോദിച്ചു. പതിവില്ലാത്ത പലതുമാണല്ലോ നടക്കുന്നത്. അപ്പോൾ നേരിട്ട് വന്ന് അതിലൊരു തീരുമാനം ഉണ്ടാക്കാമെന്ന് കരുതി. എന്തു പറ്റി ഉഷാമ്മേ? വളച്ചു കെട്ടാതെ കാര്യം പറഞ്ഞോളൂ. വേണിക്ക് ഞാനിപ്പോൾ ചിലപ്പോൾ അന്യായി കാണും. പക്ഷേ എനിക്കങ്ങനെയല്ല. സ്വന്തം മോളെ പോലെയാ ഞാൻ വേണിയെ നോക്കിയത്. ഇപ്പോഴും അങ്ങനെ തന്നെയാ. ഇവിടുന്നൊരു കല്യാണം വന്നപ്പോഴും അവളുടെ നല്ലതിന് വേണ്ടിയാ ഞാൻ സമ്മതിച്ചത്. എന്നിട്ട് നിങ്ങളെല്ലാം കൂടി എന്നെയും എൻ്റെ മോളെയും ചതിക്കുമായിരുന്നു അല്ലേ? പത്മനാഭൻ ചോദിച്ചത് കേൾക്കെ ദേഷ്യത്തോടെ ഉഷാമ്മ ചോദിച്ചു. എന്ത് പറ്റി ഉഷാമ്മേ? എന്ത് ചതി ചെയ്തു എന്നാ ഞങ്ങൾ? ഉഷാമ്മ പറഞ്ഞത് കേൾക്കെ ജാനകിയമ്മ സംശയത്തോടെ ചോദിച്ചു. ദാ നോക്ക്. ബാഗിൽ നിന്നും കുറച്ച് പേപ്പർ എടുത്ത് മേശയിലേക്ക് വെച്ചുകൊണ്ട് ഉഷാമ്മ ദേഷ്യത്തോടെ പറഞ്ഞു. ഓ, ഇതാണോ? ഇതിൽ സത്യമൊന്നുമില്ല ഉഷാമ്മേ. ഉഷാമ്മ വെച്ച പേപ്പറിലേക്കൊന്ന് എത്തി നോക്കിക്കൊണ്ട് പത്മനാഭൻ കൂസലില്ലാതെ പറഞ്ഞു.
നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം. നിങ്ങളുടെ കൊച്ചനല്ലേ, അങ്ങനെയല്ലേ പറയൂ. താൻ പ്രതീക്ഷിക്കാത്ത പെരുമാറ്റം അവരിൽ നിന്നുണ്ടായതും ഒന്ന് പതറിപ്പോയെങ്കിലും ഉഷാമ പുച്ഛത്തോടെ പറഞ്ഞു. ഇതിനിപ്പോൾ എന്ത് ചെയ്യണമെന്ന ഉഷാമ പറയുന്നത്? നിങ്ങളൊന്നും ചെയ്യണ്ട. മോളെ വേണി, നീ ഇതൊന്ന് നോക്കിക്കേ, എന്നിട്ട് മോള് തീരുമാനിക്കേ. പത്മനാഭനോട് പറഞ്ഞുകൊണ്ട് സോഫയിൽ നിന്ന് എഴുന്നേറ്റ് വേണിക്ക് മുന്നിലേക്ക് വന്ന് പേപ്പർ നീട്ടി ഉഷാമ പറഞ്ഞു. കോളേജ് വിദ്യാർത്ഥിയുടെ മരണം, സഹപാഠി അറസ്റ്റിൽ. ശ്രീമംഗലം കോവിലകത്തെ വിശ്വഭദ്രനാണ് അറസ്റ്റിലായത്. തമ്മിലുണ്ടായ വാക്കുതർക്കത്തിനിടയിൽ സംഭവിച്ചതായി കരുതുന്നു. ഉഷാമ നീട്ടിയ പേപ്പർ കയ്യിൽ മേടിച്ചുകൊണ്ട് അനു വായിച്ചു. കണ്ടോ മോളെ, ഞാൻ പറഞ്ഞില്ലേ, ഇവരൊക്കെ നമ്മളെ ചതിക്കുമായിരുന്നു എന്ന് ഇപ്പോൾ ബോധ്യമായില്ലേ. അനു വാർത്ത വായിച്ചതും ഞെട്ടി ഭദ്രനെ നോക്കുന്ന വേണിയെ കണ്ട് ഉഷാമ സന്തോഷം അടക്കി വിഷമത്തോടെ പറഞ്ഞു. ഞാൻ ഈ കേട്ടത് സത്യമാണോ? ഉഷാമ പറഞ്ഞു കഴിഞ്ഞതും ഭദ്രന്റെ മുന്നിലേക്ക് പോയി നിന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി വേണി കേട്ടത് വിശ്വസിക്കാത്ത രീതിയിൽ ചോദിച്ചു. അതൊക്കെ എന്ത് ചോദിക്കാനാ മോളെ, വാർത്ത കണ്ടില്ലേ. മോള് വാ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാം. നമ്മുടെ ആകാശമോനെ കൊന്നവനുമായി നമുക്കിനി ഒരു ബന്ധവും വേണ്ട. വേണിയുടെ ഭാവമാറ്റം കാണെ പുരികം ചുളിച്ച് എന്തോ പറയാൻ വരുന്ന ഭദ്രനിൽ നിന്നും വേണിയെ അരികിലേക്ക് വലിച്ചു ചേർത്ത് നിർത്തിക്കൊണ്ട് ഉഷാമ പറഞ്ഞു. വേണിയേച്ചി, വേണ്ട, ആരും ഇനി എൻ്റെ കുട്ടിയെ വിളിക്കണ്ട. ഓരോന്ന് പറഞ്ഞ് മനസ്സ് മാറ്റാൻ. പോയി എടുക്കാനുള്ളതെല്ലാം എടുത്തിട്ട് വാ മോളെ. പുറകിൽ നിന്നുള്ള അനുവിൻ്റെ വിളിയും പത്മനാഭൻ്റെയും ജാനകിയമ്മയുടെയും കണ്ണുമിഴിക്കലും കണ്ടുകൊണ്ട് ഉഷാമ വേണിയോട് പറഞ്ഞു. അതെ ചേച്ചി, വാ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാം. സമയത്ത് ഇവിടെ വന്നതുകൊണ്ട് ഞങ്ങൾക്കും എല്ലാം അറിയാൻ പറ്റിയല്ലോ. അത്രയും നേരം മിണ്ടാതെ കാഴ്ച കണ്ടിരുന്ന അച്ചു വിടർന്ന മുഖം മാറ്റി വിഷമം വരുത്തിക്കൊണ്ട് സന്ദീപിനടുത്ത് നിന്നും എഴുന്നേറ്റ് വേണിക്കടുത്തായി വന്നുകൊണ്ട് പറഞ്ഞു. എനിക്കിവിടുന്ന് ഒന്നും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, മോള് വാ, നമുക്ക് പോകാം. തകർന്നതുപോലെ പറയുന്ന വേണിയുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിക്കൊണ്ട് ഉഷാമ പറഞ്ഞു. അവിടെ വിൽപത്രമൊക്കെ ശരിയാക്കി വെച്ചിട്ടാണോ വന്നത്? അതൊക്കെ എപ്പോഴേ? വേണി ചോദിച്ചത് കേട്ട് മറുപടി പറയാൻ തുടങ്ങിയതും അവൾ ചോദിച്ചത് എന്തെന്നോർത്ത് ഞെട്ടലോടെ ഉഷാമ തിരിഞ്ഞു നോക്കി. ആ നോട്ടം കണ്ടതും അത്രയും നേരം വിഷമം മുട്ടിയിരുന്ന വേണിയുടെ മുഖം പുച്ഛിച്ച് തെളിഞ്ഞത് പെട്ടെന്നായിരുന്നു. നീ മോളെ, ഇവൻ വെറുതെ ഓരോന്ന് പറഞ്ഞ് മോളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നതാ, അവൻ്റെ ഭാഗത്തെ തെറ്റ് മറയ്ക്കാൻ വേണ്ടി. വേണി അത് ചോദിച്ചതിൻ്റെ ഞെട്ടൽ മാറിയതും ഉഷാമ ഇടർച്ചയോടെ പറഞ്ഞു. ശരി, അങ്ങനെ ഭദ്രേട്ടൻ പറഞ്ഞത് ശരിയല്ല എന്നാണെങ്കിൽ ഉഷാമ തന്നെ പറ. ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ആ വീടും സ്ഥലവും ആരുടെ പേരിലാ? അതെന്ത് ചോദ്യമാ? അതൊക്കെ അമ്മയുടെ പേരിലുള്ളതാണെന്ന് നമുക്കൊക്കെ അറിയാവുന്നതല്ലേ. പുച്ഛത്തോടെയുള്ള വേണിയുടെ ചോദ്യം കേൾക്കെ പതറി നിൽക്കുന്ന ഉഷാമയെ നോക്കി അച്ചു അമർഷത്തോടെ പറഞ്ഞു. നിനക്ക് പലതും അറിയാമായിരിക്കും. അതെന്താണെങ്കിലും ഞാൻ നിന്നോട് ചോദിക്കുന്നവരെയും അതിവിടെ വിളമ്പാൻ നിൽക്കണ്ട. എൻ്റെ ചോദ്യം നിന്റെ അമ്മയോടാ, അവർ പറഞ്ഞോളും. എൻ്റെ വീടാ അത്. എൻ്റെ പേർക്ക് വാസുദേവ് എഴുതി വെച്ച വീട്. ഞാൻ അയാളുടെ ഭാര്യ ആയിരുന്നില്ലേ. അപ്പോൾ അതിലിത്ര ചോദിക്കാൻ എന്തിരിക്കുന്നു? ഓ, കെട്ടിയവൻ സ്വത്ത് ചോദിച്ചു മേടിക്കാൻ പറഞ്ഞതായിരിക്കും അല്ലേ? അച്ചുവിന് നേരെയുള്ള വേണിയുടെ കടുപ്പിച്ച സ്വരം ഇഷ്ടപ്പെടാതെ ഉഷാമ വീറോടെ പറഞ്ഞു. അങ്ങനെ വല്ലവരുടെയും പേരിലുള്ള സ്വത്ത് മോഹിക്കാൻ അത് മോഹനല്ല, ശ്രീമംഗലത്തെ വിശ്വഭദ്രനാണ്. വേണിയുടെ മോഹൻ എന്ന പേര് കേട്ടതും അത്രയും നേരം വീറോടെ നിന്ന് ഉഷാമ ഞെട്ടലോടെ അവളെ നോക്കി നിന്നു പോയിരുന്നു. ഭാര്യ പോലും, എൻ്റെ അമ്മയെ കൊല്ലാൻ കൂട്ടുനിന്ന് എൻ്റെ അച്ഛനെ കല്യാണം കഴിച്ച് ഭർത്താവാക്കി, എന്നിട്ട് ആ മനുഷ്യനെയും കൊല്ലിപ്പിച്ചിട്ട് ഭാര്യയാണ് പോലും. എങ്ങനെ പറ്റുന്നു ഒരു ഉളുപ്പില്ലാതെ ഭാര്യയെന്ന് പറയാൻ? ഷേ. വേണിയുടെ മോഹൻ എന്ന വാക്കിൽ ഞെട്ടലോടെ കുടുങ്ങി നിന്നവർ വേണിയുടെ ബാക്കി വാക്കുകൾ കേട്ടതും ആദ്യം നോക്കിയത് അച്ചുവിനെയായിരുന്നു. നീ എന്തൊക്കെയായി പറയുന്നേ? കൊല്ലാനോ? അങ്ങനെ കൊല്ലും കൊലയുമായിട്ടൊക്കെ നടക്കുന്നത് നിന്റെ കെട്ടിയവനാ. കണ്ടില്ലേ പത്രത്തിൽ നിന്റെ ചേട്ടനെ കൊന്ന വാർത്ത? വേണിയുടെ മുന്നിൽ ഉഷാമ പതറി നിൽക്കുന്നത് കണ്ട് സഹിക്കാതെ അച്ചു ദേഷ്യത്തിൽ വിളിച്ചു പറഞ്ഞു. ആ. അച്ചു പറഞ്ഞു കഴിഞ്ഞതും വേണിയുടെ കൈ അച്ചുവിൻ്റെ കവിളിൽ പതിഞ്ഞിരുന്നു. നിന്നോട് ഞാൻ വായ തുറക്കരുതെന്ന് പറഞ്ഞില്ലേടി? അല്ലേന്ന്? നിന്റെ അമ്മ ചെയ്തത് എന്താണെന്ന് അവർക്കറിയാം. അതുകൊണ്ടാ അവരിങ്ങനെ എൻ്റെ മുന്നിൽ വാ അടച്ച് പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നത്. അതുകൊണ്ട് ഇനിയും നിന്റെ കവിളിൽ പാട് വീഴണ്ടെങ്കിൽ മിണ്ടാതെ മാറി നിന്നോണം. അടികൊണ്ട കവിൾ പൊത്തിപ്പിടിച്ച് പകപ്പോടെ നോക്കുന്ന അച്ചുവിനെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് വേണി ദേഷ്യത്തോടെ പറഞ്ഞു. ഡി, നീ എൻ്റെ മോളെ തല്ലിയല്ലേ?
കണ്ടില്ലേ തല്ലുന്നത്? എന്തേ, വേദനിച്ചോ? മോളുടെ ദേഹത്തൊന്ന് കൈവച്ചപ്പോൾ വേദനിച്ചല്ലേ? തിരിച്ചടിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ? അപ്പോൾ എനിക്കോ? എൻ്റെ അച്ഛനെയും അമ്മയെയും ചേട്ടനെയും മരണത്തിന് വിട്ടുകൊടുത്ത് നിങ്ങളെ കൊല്ലാൻ തോന്നില്ലേ എനിക്ക്? തോന്നുന്നുണ്ട്. തൻ്റെ നേരെ ചീറിക്കൊണ്ടുവന്ന ഉഷാമയെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു തുടങ്ങിയവളുടെ അവസാന വാക്കുകൾ പക മാത്രമായിരുന്നു നിഴൽച്ചിരുന്നത്. അതേടി, നിന്റെ അച്ഛനെയും അമ്മയെയും ചേട്ടനെയും എല്ലാം നശിപ്പിക്കാൻ ഞാൻ തന്നെയാ കൂട്ടുനിന്നത്. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ അറിഞ്ഞത് സത്യമാ. ആ മോഹനൻ അയച്ചിട്ടാ ഞാൻ ഇവിടെ വന്നത്. അയാൾക്ക് വേണ്ടിയാ ഞാൻ ഇവിടെയുള്ള കാര്യങ്ങൾ ചോർത്തി കൊടുത്തത്. പക്ഷേ നിന്റെ അച്ഛൻ എന്നെ കല്യാണം കഴിച്ച ശേഷം സ്നേഹിക്കാൻ നോക്കിയതാ ഞാൻ. അപ്പോൾ അയാൾക്ക് ചത്തുപോയ ഭാര്യയും അവരുടെ മക്കളെയും മതി. എങ്ങനാ എത്രയെന്ന് വെച്ച അവഗണന സഹിക്കുന്നത്? അതുകൊണ്ടാ മോഹനൻ പറഞ്ഞ പ്രകാരം നിന്റെ അച്ഛനെയും കൊല്ലാൻ സഹായിച്ചത്. അപ്പോൾ ദാ അടുത്തവൻ, ഇവളുടെ അച്ഛൻ പ്രഭാകരൻ, നിന്റെ അച്ഛൻ്റെ സ്വത്തെന്നും പറഞ്ഞ് നിനക്കൊക്കെ കൊണ്ടുവന്നത്. അയാളെ കെട്ടി കുഞ്ഞുമായി കഴിഞ്ഞതും അയാൾ സത്യം വിട്ട് കളിക്കില്ല. സ്വത്ത് നിൻ്റെയൊക്കെ പേരിലാക്കി അയാളങ്ങ് മുകളിലേക്ക് പോയി. പിന്നെ നിന്റെ അമ്മയുടെ കുടുംബ സ്വത്ത്, അച്ഛൻ്റെ കുടുംബ സ്വത്ത്, എല്ലാം എല്ലാം നിനക്കൊക്കെ. എനിക്കും എൻ്റെ മോൾക്കും ഒന്നും വേണ്ടേ? വേണം. അതിനു വേണ്ടി തന്നെയാ ഇത്രയും കളി കളിച്ചത്. അത് ഞാൻ സ്വന്തമാക്കുക തന്നെ ചെയ്യും. ജീവിച്ചിരുന്നാലല്ലേ ഉഷാമയെ സ്വന്തമാക്കൂ? പ്രായമായില്ലേ? എത്ര നാൾ നിങ്ങൾ ശ്രമിക്കും? ഉഷാമ പറഞ്ഞതെല്ലാം അറിയുന്ന സത്യങ്ങളാണെങ്കിലും അവരുടെ നാവിൽ നിന്ന് അറിഞ്ഞ ഒരു തെരിപ്പിൽ വേണി നിൽക്കുന്നത് കാണേ അത്രയും നേരം വേണിക്ക് വേണ്ടി മിണ്ടാതെ കേൾവിക്കാരൻ മാത്രമായി നിന്ന ഭദ്രൻ പുച്ഛത്തോടെ ഉഷാമയോട് ചോദിച്ചു, നീയാ എനിക്ക് പറ്റിയ ഒരേ ഒരു അബദ്ധം. ഇവിടുന്നൊരു ആലോചന വന്നപ്പോൾ ഞങ്ങൾക്ക് വല്ലതും കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് വെച്ച് നിനക്ക് കെട്ടിച്ചു തന്നതാ എൻ്റെ തെറ്റ്. അതിൻ്റെ കൂടെ ജാതകദോഷം കാരണം ഇവൾക്ക് മരണമെന്ന് കൂടി കേട്ടപ്പോൾ എനിക്ക് ആ ഒരു ജോലി ഒഴിവായി കിട്ടുമല്ലോ എന്ന് വെച്ചു. പക്ഷേ നീ ആ ആകാശിൻ്റെ കൂട്ടുകാരനാണെന്ന് അറിയാൻ ഞാൻ വൈകിപ്പോയി. അവൻ്റെ കേസിൻ്റെ പുറകെ ചുറ്റാൻ ഞാൻ മിനക്കെട്ടില്ല. എൻ്റെ തെറ്റാ. അങ്ങനെയൊരു തെറ്റ് ഞാൻ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ സ്വത്ത് എൻ്റെ കയ്യിലിരുന്നേനെ. ഇവൾ ജീവനോടെ കാണുകയുമില്ലായിരുന്നു. പദ്ധതികളെല്ലാം പാളിപ്പോയതിൻ്റെ അമർഷമടക്കാൻ കഴിയാതെ അവർ സ്ഥലകാല ബോധമില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. എന്തൊക്കെയാടി നിന്റെ അമ്മയെ വിളിച്ചു പറയുന്നത്? അവരോട് പോയി മിണ്ടാതിരിക്കാൻ പറ. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് പോകാം. അവരെന്തെങ്കിലും ചെയ്യട്ടെ. അടുത്ത് എല്ലാം കേട്ട് പകച്ചു നിൽക്കുന്ന അച്ചുവിൻ്റെ തോളിലായി തോളു കൊണ്ടൊന്ന് തട്ടിക്കൊണ്ട് സന്ദീപ് അവളെ നോക്കാതെ പതിയെ അമർഷമടക്കിക്കൊണ്ട് പറഞ്ഞു, എനിക്കറിയില്ല. ഞാനിതൊന്നും അറിഞ്ഞതല്ല. സ്വത്തിൻ്റെ കാര്യം മാത്രമേ എനിക്കറിയാവൂ. സന്ദീപ് പറഞ്ഞത് കേട്ടതും അവൾ ഉഷാമയിൽ നിന്നും കണ്ണുകൾ മാറ്റിക്കൊണ്ട് സന്ദീപിനെ നോക്കി അതേ പകപ്പോടെ പതിയെ പറഞ്ഞു, അതൊക്കെ പിന്നെ സംസാരിക്കാം. നീ ഇപ്പോൾ വരാൻ നോക്ക്, നമുക്ക് പോകാം. അമ്മയെ കൂട്ടണ്ടേ? സന്ദീപ് ധൃതി കൂട്ടിയതും അച്ചു ഉഷാമയെ ചൂണ്ടി ചോദിച്ചു. നിന്റെ അമ്മ, നീ ഇങ്ങോട്ടോ നോക്ക്. ആ അരവിന്ദൻ ഇവർ പറഞ്ഞതൊക്കെ റെക്കോർഡാക്കിക്കൊണ്ടിരിക്കുവാ. ഇവർ ഇതൊന്നും ശ്രദ്ധിക്കാതെ സത്യമൊക്കെ വിളിച്ചു കൂവുകയും ചെയ്യുന്നുണ്ട്. ഇനി എന്താ പറയാൻ പോകുന്നത് എന്ന് അറിവുമില്ല. കൂട്ടുപ്രതി ആകണ്ട എന്നുണ്ടെങ്കിൽ വാ. അനുവിന് പുറകിലായി ആരും പെട്ടെന്ന് കാണാത്ത തരത്തിൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നവനെ നോക്കി സന്ദീപ് പറഞ്ഞു, ഞങ്ങൾ ഇറങ്ങുവാ. അമ്മ തിരക്കും, പറയാതെ വന്നതാ. ഉഷാമ ഭദ്രന് നേരെ തിരിഞ്ഞുകൊണ്ട് മറ്റെന്തോ പറയാൻ വന്നതും സന്ദീപ് പെട്ടെന്ന് തന്നെ അല്പം ഉറക്കെ പറഞ്ഞു, ഇരിക്ക് സന്ദീപേ, ഇത്രയും ആയില്ലേ? ബാക്കി കൂടി കേട്ടിട്ട് പോകാം. പ്ലാൻ ചെയ്ത് വന്നിട്ട് ഇങ്ങനെ മുഴുവൻ തീരുന്നതിന് മുൻപേ പോകുന്നത് ശരിയാണോ? സോഫയിൽ മുന്നിൽ നടക്കുന്നതെല്ലാം കണ്ടും കേട്ടും വിശ്വസിക്കാൻ വയ്യാതെ ഇരുന്ന പത്മനാഭൻ പെട്ടെന്ന് പുച്ഛത്തോടെ പറഞ്ഞു, എന്ത് കഴിയാൻ? ഇന്നുകൊണ്ടൊന്നും കഴിയാൻ പോകുന്നില്ല. ഇവനും ഇവൻ്റെ ഭാര്യയും ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേയുള്ളൂ. പത്മനാഭൻ ചോദിച്ചത് കേൾക്കെ പരുങ്ങലോടെ നിൽക്കുന്ന അച്ചുവിനെയും സന്ദീപിനെയും ഒന്ന് നോക്കിക്കൊണ്ട് ഉഷാമ ഭദ്രന് നേരെ രൂക്ഷമായ നോട്ടത്തോടെ പറഞ്ഞു, അങ്ങനെ അനുഭവിച്ച ഒരാൾ ഉഷാമയെ കാണാൻ കുറേയായി പുറത്ത് കാത്തു നിൽക്കുന്നു. ആ ആളെയും കൂടി കണ്ടിട്ട് പോകാം ഉഷാമേ. പുറത്തെ വാതിലിന് നേരെ വിരൽ ചൂണ്ടി ഭദ്രൻ പറഞ്ഞതും എല്ലാവരുടെയും നോട്ടം അങ്ങോട്ടേക്ക് തിരിഞ്ഞു. വാതിൽ കടന്ന് അകത്തേക്ക് വരുന്നവനെ കാണെ കൂസൽ ഏതുമില്ലാതെ നിന്നിരുന്ന ഉഷാമ ആ ഒരു നിമിഷം പ്രേതത്തെ കണ്ടതുപോലെ വിളറി വെളുത്തിരുന്നു.